ഹായ് എല്ലാവർക്കും മോഷൻ പ്ലെയിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്ര നേരം വെക്റ്റേഴ്സിൻ്റെ പല പ്രോപ്പർട്ടീസ് പഠിക്കുകയായിരുന്നു. ഇനി നമുക്ക് രണ്ട് വെക്റ്റർ തരികയാണെങ്കിൽ അവ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ബേസിക്കലി രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, രണ്ടാമത്തേത് അനലിറ്റിക്കൽ മെത്തേഡും ഉണ്ട്. അപ്പം ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ അകത്ത് തന്നെ വീണ്ടും രണ്ട് ടെക്നിക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ട്രയാങ്കിൾ മെത്തേഡുമാണ്, രണ്ടാമത്തെ പാരലഗ്രാം മെത്തേഡുമാണ്. പേരിൻ്റെ അകത്ത് തന്നെ അറിയാം, ട്രയാങ്കിളും പാരലഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി വരയ്ക്കുന്ന സാധനങ്ങളാണ് അല്ലേ, ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ അവിടെ വരച്ചിട്ടാണ് നമ്മൾ വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി അനലിറ്റിക്കൽ മെത്തേഡ് ആകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇക്വേഷൻസ്, അതായത് ഓരോ വെക്റ്ററിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വേറെ ഒരു ഫോമിലായിട്ട്. ഒരു ഇക്വേഷൻ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കമ്പോണൻസ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അത് ഈ ഒരു പാർട്ടിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതായിട്ട് നമുക്ക് ട്രയാങ്കിൾ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ട്രയാങ്കിൾ മെത്തേഡിന് വേണ്ടി നമുക്ക് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ സിമ്പിൾ രണ്ട് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വെക്റ്റർ എ നിങ്ങൾക്ക് കാണാം അല്ലേ, വെക്റ്റർ ബിയും ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ വെക്റ്റർ എ പ്ലസ് ബി എന്ന് അതിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെക്റ്റേഴ്സിനെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞാണ്, വെക്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു പ്ലെയിനിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആദ്യം വെക്റ്റർ എയെ ഞാൻ ഇങ്ങോട്ട് വരച്ചു, കാണുന്നുണ്ടല്ലോ, വെക്റ്റർ എ ഞാൻ ഇവിടെ വരച്ചു. ഇനി വെക്റ്റർ ബി ഇതേ ഡയറക്ഷൻ തന്നെ പോകാതെ ഞാൻ ഇവിടെയും വരച്ചു അല്ലേ, വെക്റ്റർ എയും വരച്ചു, വെക്റ്റർ ബിയും വരച്ചു. അപ്പം ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേര് ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് പറയും. അതായത് ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എയുടെ ഹെഡിലാണ് നിങ്ങൾ വെക്റ്റർ ബിയുടെ ടെയിൽ ഫിക്സ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡിനെ ഓൾസോ ഇറ്റ് ഇസ് നോൺ ആസ് ഹെഡ് ടു ടെയിൽ മെത്തേഡ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെക്റ്റർ എയുടെ ടെയിൽ നിന്നും വെക്റ്റർ ബിയുടെ ഹെഡിലേക്ക് ഒരു വെക്റ്റർ വരയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് പോലെ തോന്നുന്നില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന ആ വെക്റ്ററിനെയാണ് നിങ്ങൾ വെക്റ്റർ എ പ്ലസ് ബി എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്റ്ററാണ് വെക്റ്റർ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഇനി പാരലഗ്രാം മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ വെക്റ്റേഴ്സ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതേ വെക്റ്റേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പുറത്ത് വരച്ചേക്കുന്നത്. വെക്റ്റർ എ എന്ന് പറയുന്നതിനെ ഞാൻ താഴെ വരച്ചു, പാരലഗ്രാം ഈ താഴത്തെ സൈഡാണ്. വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഈ സൈഡും വരച്ചു. ഇവിടുത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ മെത്തേഡിൽ ഹെഡ് ടു ടെയിൽ മെത്തേഡ് ആണെങ്കിൽ പാരലഗ്രാം മെത്തേഡിൽ ടെയിൽ ടു ടെയിലാണ്. അതായത് രണ്ടിൻ്റെയും ടെയിൽസ് തമ്മിൽ ഒരേ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വെക്റ്ററിനും പാരലായിട്ട് നിങ്ങൾ ഡോട്ട്സ് അല്ലെങ്കിൽ വേറൊരു വെക്റ്റർ വരയ്ക്കുന്നതിന് തുല്യമാണ്. അതായത് വെക്റ്റർ എ ഇവിടെയും വരയ്ക്കുന്നതിന് തുല്യമാണ്. അതേ ലെങ്തിൽ തന്നെ ഇങ്ങനെ വരയ്ക്കുക, വെക്റ്റർ ബി ഇവിടെയും ചെയ്യുക. എന്നിട്ട് ഈ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലോട്ട് ഇതിൻ്റെ ടെയിലിൽ നിന്ന് നിങ്ങളൊരു വെക്റ്റർ വരയ്ക്കുക. ആ കിട്ടുന്ന വെക്റ്ററിനെയാണ് നിങ്ങൾ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് നിങ്ങൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞൊരു കാര്യം മനസ്സിലാവും, ഈ ഇവിടെ കിട്ടിയേക്കുന്ന എ പ്ലസ് ബിയും ഈ ട്രയാങ്കിൾ മെത്തേഡിൽ കിട്ടിയേക്കുന്ന വെക്റ്റർ എ പ്ലസ് ബിയും ഈക്വലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ട്രയാങ്കിൾ മെത്തേഡ് ആയാലും പാരലഗ്രാം മെത്തേഡ് ആയാലും കണ്ടുപിടിക്കുന്ന റിസൾട്ടൻ്റ് വെക്റ്റർ ഈസ് ഓൾവേസ് ദ സെയിം. രണ്ട് ടെക്നിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വെക്റ്ററിനെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് കണ്ടു. ഇനിയിപ്പോൾ വെക്റ്ററിനെ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. വെക്റ്ററിനെ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഈ ട്രയാങ്കിൾ മെത്തേഡിൻ്റെ താഴെ ഞാൻ വരച്ചേക്കുന്നുണ്ടോ, അതിനുവേണ്ടി എന്ത് നിങ്ങൾ ചെയ്യേണ്ട ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന അതേ വെക്റ്റേഴ്സിനെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചേക്കുന്നത്. നോക്ക്, ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെക്റ്റർ എയെ പ്ലസ് ഈ മൈനസിനെ അകത്തോട്ട് എടുക്കുന്നു, മൈനസ് വെക്റ്റർ ബി. അതായത് നിങ്ങൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വെക്റ്റർ ബിയുടെ സൈൻ അങ്ങ് മാറ്റി, ഡയറക്ഷൻ മാറ്റി. അപ്പോൾ എന്ത് പറ്റി? നിങ്ങൾക്ക് ആക്ച്വലി അവിടെ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് തുല്യമായില്ലേ? ഇതേ ടെക്നിക്ക് നിങ്ങൾ കുറച്ച് എങ്ങനെ വെക്റ്റേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. നോക്ക്, വെക്റ്റർ എ അതേപോലെ തന്നെ അല്ലേ, കുറച്ച് മുമ്പത്തെ പോലെ തന്നെയാണ്, അതേ വെക്റ്റർ തന്നെയാണ് ഇവിടെ വെക്റ്റർ എ. ഈ വെക്റ്റർ പിന്നെ ആഡ് ചെയ്യേണ്ടത് വെക്റ്റർ ബി അല്ല, വെക്റ്റർ മൈനസ് ബി ആണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. വെക്റ്റർ ബി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, മുകളിലോട്ടാണ് ഡയറക്ഷൻ. അപ്പം മൈനസ് ബി എങ്ങോട്ടായിരിക്കണം? താഴോട്ടായിരിക്കണം കേട്ടോ. അതാണ് ആ താഴെ വരച്ചേക്കുന്നത്. വെക്റ്റർ എയുടെ ഹെഡിൽ നിന്ന് താഴോട്ട്, ട്രയാങ്കിൾ മെത്തേഡാണ് ഞാൻ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. സോ വെക്റ്റർ എയുടെ ഹെഡിൽ നിന്നും താഴോട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. താഴോട്ട് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്താണ് റിസൾട്ടൻ്റ് വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? റിസൾട്ടൻ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി വെക്റ്റർ എയുടെ ടെയിൽ നിന്നും വെക്റ്റർ ബിയുടെ ഹെഡിലേക്ക് ഒരു വെക്റ്റർ വരയ്ക്കുക. നോക്ക്,
അങ്ങനെ കിട്ടിയേക്കുന്ന ഈ വെക്ടർ കണ്ടോ, ഈ വെക്ടറാണ് നമ്മുടെ വെക്ടർ A-B. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതേ ടെക്നിക്ക്, അതായത് ഈ വെക്ടർ A-B പാരലലോഗ്രാം മെത്തേഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. വെക്ടർ B-A എന്നുള്ളതും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കുറച്ച് ഫാസ്റ്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്, കാര്യം ടോപ്പിക്സ് കുറച്ചുണ്ട്, അത് തീർക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഒന്നിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിട്ടോ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ അതിലൂടെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനിയിപ്പം ഞാനിപ്പോൾ വെക്ടർ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് എങ്ങനെ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നല്ലേ. ഇനിയിപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഐഡിയ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്താണ്? മഴ പെയ്യുകയാണല്ലേ, മഴ പെയ്യുന്നുണ്ട് 35 മീറ്റർ/സെക്കൻഡ് താഴോട്ട്, അതാണ് ഞാൻ ഈ വരച്ചേക്കുന്ന വെക്ടർ. കൂടാതെ കാറ്റ് വീശുന്നുണ്ട് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് 12 മീറ്റർ/സെക്കൻഡ് അല്ലേ. അതേ സമയത്ത് ഒരു ബോയ് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കുടയും പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡേറ്റ ഫുള്ള് നമ്മൾ ഇതുപോലെ എഴുതണം. കൂടാതെ ഡയറക്ഷൻ പറയുന്നുണ്ടെങ്കിൽ, സപ്പോസ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിൽ തന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതി നമ്മൾ വരച്ചിടണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം 2 വെലോസിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 വെലോസിറ്റി ആകുമ്പോൾ 2 വെക്ടേഴ്സാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് 2 വെക്ടേഴ്സിനെ നമുക്ക് വരയ്ക്കാം. ഞാൻ താഴെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഞാൻ പയ്യനെ ഇങ്ങനെ ഒരു കുട പിടിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനായിട്ട് വരച്ചേക്കുവാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു എന്നുള്ളത് പിന്നീട് മനസ്സിലാവും. ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ നിന്ന് ഞാൻ താഴോട്ട് 35 മീറ്റർ/സെക്കൻഡിൽ കാറ്റിൻ്റെ വെലോസിറ്റി ഞാൻ എഴുതി അല്ലേ. 35 മീറ്റർ/സെക്കൻഡ് ഞാൻ വരച്ചു. അവിടുന്ന് അതിൻ്റെ ടെയിലിൽ നിന്ന് തന്നെ വിൻഡിൻ്റെ വെലോസിറ്റി 12 മീറ്റർ/സെക്കൻഡ്, അതിൻ്റെ ടെയിലിൽ നിന്ന് തന്നെ അങ്ങോട്ടും വരച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം? താഴോട്ടാണ് മഴയുടെ ഡയറക്ഷൻ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് വിൻഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഡയറക്ഷനിൽ വരച്ചത്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ ഈസ്റ്റും ഇവിടെ വെസ്റ്റും ഉണ്ട്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ്, അതുകൊണ്ടാണ് ഇതിങ്ങോട്ട് വരച്ചേക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു പാരലോഗ്രാം മെത്തേഡ് വെച്ച് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഫിഗർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരച്ചു. എന്ത് സംഭവിച്ചു? എനിക്ക് റിസൾട്ടൻറ്റ് വെക്ടർ കിട്ടിയില്ലേ? കിട്ടി. ഈ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ ഇങ്ങനെ വീഴേണ്ട മഴ ഇപ്പോൾ ഇങ്ങനെയാണ് വീഴുന്നത്. അതാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്. എന്തുകൊണ്ടാണ് അങ്ങനെ വീഴാൻ കാരണം? കാറ്റ് ഇങ്ങോട്ട് വീശുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക്, ആ പയ്യൻ അവിടെ കാറ്റ് വീശുന്നില്ലായിരുന്നെങ്കിൽ മഴ ഇങ്ങനെ തന്നെ വീഴുവാണ്. അപ്പോൾ കുട പിടിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പക്ഷേ മഴ ഇപ്പോൾ ചരിഞ്ഞാണ് വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പയ്യൻ കുട ഇങ്ങനെ ചരിക്കണം അല്ലേ. ആ ചരിവ് കണ്ടോ, മഴ വീഴുന്ന ചരിവ് കണ്ടോ, ആ ചരിവ് തന്നെയാണ് ഈ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ആംഗിൾ. അപ്പം അതെന്ന് പറയുന്നത് ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ഒരു ആംഗിൾ നോക്കി, തീറ്റ. ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മഴ ഇങ്ങോട്ടായിരുന്നു വീഴേണ്ടത്, അതിൽ നിന്ന് ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടല്ലേ വീഴുന്നത്. അത് തമ്മിലുള്ള ആംഗിളല്ലേ തീറ്റ. സോ ആ ആംഗിൾ തന്നെയല്ലേ ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ ആ പയ്യൻ കുടയും പിടിച്ചുകൊണ്ടിരിക്കുന്ന വെർട്ടിക്കൽ ലൈനാണല്ലേ, വെർട്ടിക്കൽ ലൈൻ. ആ ലൈനും ഈ ഡയറക്ഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? മഴ വീഴുന്നത്. അപ്പോൾ പയ്യനിപ്പോൾ പുതിയതായിട്ട് കുട പിടിച്ചേക്കുന്ന ഡയറക്ഷൻ കണ്ട് കുട വരച്ചേക്കുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് കുട പിടിച്ചേക്കുന്ന ഡയറക്ഷനാണിത്. അപ്പോൾ അത് മഴ വീഴുന്ന അതേ ഡയറക്ഷനാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആംഗിൾ ഈ തീറ്റ, അതാണ് ഈ വരച്ചേക്കുന്നത്. ആ തീറ്റയും ഇവിടെയുള്ള ആംഗിളും തീറ്റയും തമ്മിൽ ഈക്വൽ അല്ലേ, ശരിയല്ലേ? ഒരു 2 ലൈൻസ് വരയ്ക്കുകയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഈ ഒരു ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ആംഗിൾ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ 12 തന്നെയല്ലേ? അതെ. പിന്നെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സൈഡാണ്. അത് 35 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് 12/35 എന്ന് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അവിടുന്ന് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/35 കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അത് 19 ഡിഗ്രീസ് എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കിട്ടും. ഇനിയിപ്പോൾ ഈ ആംഗിളിൻ്റെ ഫിസിക്കലായിട്ടുള്ള മീനിങ് എന്താണ്? ശ്രദ്ധിച്ച് നോക്ക്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംഗിൾ ഫ്രം ദിസ് വെർട്ടിക്കൽ, ഈ ഡയറക്ഷനിൽ നിന്നും ഇങ്ങോട്ടുള്ള ആംഗിളാണ്. അതായത് ആ ആംഗിളിലായിരിക്കണം ആ ബോയ് കുട പിടിക്കേണ്ടത്.
സോ ദ ബോയ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല 90 degrees ടുവേഡ്സ് വിച്ച് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലോട്ടാണ് പിടിക്കേണ്ടത്? ഇതാണ് മുകളിലോട്ടുള്ള ഡയറക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ? ഈസ്റ്റ് അല്ലേ ഇത്? ഈസ്റ്റാണ്. അപ്പം ഹീ ഷുഡ് ഹോൾഡ് അംബ്രല്ല 90 degrees ടുവേഡ്സ് ദ ഈസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ പറയണം. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഒരു എൻട്രൻസിൻ്റെ പ്രോബ്ലം വരുന്ന സമയത്ത് ചോദ്യം പറയുമ്പം ഹീ ഷുഡ് ഹോൾഡ് ദ അംബ്രല്ല ടുവേഡ്സ് 90 degrees ടുവേഡ്സ് നോർത്ത്, 90 degrees ടുവേഡ്സ് വെസ്റ്റ്, അങ്ങനെ പല രീതിയിലായിരിക്കും ആൻസർ വരുന്നത്. അതിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ആൻസർ പറയണം കേട്ടോ. ഇനിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നൾ വെക്ടറിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നൾ വെക്ടറിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നോക്കുക, സപ്പോസ് നിങ്ങളുടെ ഒരു വെക്ടർ എ ഉണ്ട്. വെക്ടർ എ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഈ 0 എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് സിമ്പിൾ 0 അല്ല. അതെന്ന് പറഞ്ഞാൽ നൾ വെക്ടറാണ്. അതായത് 2 വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയേക്കുന്നതാണ്. അതും പുതിയതും ഒരു വെക്ടർ തന്നെയാണ്. നൾ വെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഉണ്ട്, ബട്ട് ഇറ്റ് ലൈക്ക് എന്താണ്, നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഫിസിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നൾ വെക്ടർ ഉണ്ടോ അങ്ങനത്തെ എന്താണ് അതിൻ്റെ ഒരു ഫിസിക്കൽ എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഒരാൾ എന്താണ് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരൻ കയറി തേങ്ങയിട്ട് തിരിച്ചിറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഞാൻ ചോദിക്കുകയാണ് ആ പുള്ളിക്കാരൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പോയിൻ്റ്. അപ്പം ഇനിഷ്യൽ പോയിൻ്റ് ഏതാണ്? ആ തെങ്ങിൻ്റെ ചുവട് തന്നെയാണ്. ഫൈനൽ പോയിൻ്റ് ഏതാണ്? അതും തെങ്ങിൻ്റെ ചുവട് തന്നെയാണ് അല്ലേ? അയാൾ കയറി തേങ്ങ ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്നു. സോ അവർ തമ്മിലുള്ള ഇനിഷ്യൽ ഡിസ്റ്റൻസും ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 0 ആണ്. 0 ആയതുകൊണ്ട് നമുക്ക് 0 വെക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ആ കേസിൽ എന്തായി? ആ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ 0 ആയി. സോ അതിനെ നമുക്കൊരു 0 വെക്ടറിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇത്രയും നേരം ഗ്രാഫിക്കൽ മെത്തേഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് നോക്കാം. അനലിറ്റിക്കൽ മെത്തേഡിലോട്ട് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വെക്ടറിനെ നമുക്ക് ഒരു വെക്ടറിനെ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും ഒരു വെക്ടറിനെ. അങ്ങനെ എഴുതുന്ന ഒരു രീതിയാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻപുട്സ് ആവശ്യമുണ്ട്. അതിൻ്റെ അകത്തെ ഒരു സംഭവമാണ്, സബ് ടോപ്പിക്കാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഇപ്പോൾ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യു ആർ റിസോൾവിങ് എ വെക്ടർ. അപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ വെക്ടർ എ ഉണ്ട് അല്ലേ? ഈ വെക്ടർ എ ഇവിടെ ഉള്ളപ്പം ഈ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന ആ ഐഡിയ പറയുന്നത്, ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിനെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 2 വെക്ടറിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. കണ്ടോ, ഇവിടെ ഞാൻ നോക്കണേ, ഇവിടെ ലാംഡ എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പറാണ്. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ളൊരു വെക്ടർ ബി എന്ന് പറഞ്ഞാലും വേറൊരു പ്രത്യേക ഡയറക്ഷനിലുള്ളൊരു വെക്ടർ. ശ്രദ്ധിക്കേണ്ട കാര്യം, വെക്ടർ സ്മോൾ എയും വെക്ടർ സ്മോൾ ബിയും അവരൊരു ലൈനിലുള്ളതായിരിക്കരുത്. അതായത് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടോ, വെക്ടർ എ വെക്ടർ ബി ഇത് രണ്ടും ഒരു ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? ഒരേ ലൈൻ മീൻസ് ഒരേ ഡയറക്ഷൻ എന്നാ മീനിങ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വെക്ടർ എ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവരെ രണ്ടുപേരും കൂടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ പക്ഷേ ഈ 2 വെക്ടേഴ്സ് നോക്കിയാൽ വെക്ടർ എ ഉണ്ട് ഇങ്ങോട്ടാണ്, വെക്ടർ ബി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. ഈ 2 വെക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്ടർ എ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ സ്മോൾ എ ആൻഡ് വെക്ടർ സ്മോൾ ബി ഷുഡ് ബി നോൺ കൊളീനിയർ. ഒരേ ലൈനിൽ വരാൻ പാടില്ല, നോൺ കൊളീനിയർ ആയിരിക്കണം. കൂടാതെ പിന്നൊരു ഇതൂടെ വരും, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വെക്ടർ എയും സ്മോൾ വെക്ടർ എ സ്മോൾ വെക്ടർ ബി ഈ 3 വെക്ടേഴ്സും ഒരു പ്ലെയിനിലുള്ള വെക്ടേഴ്സ് ആയിരിക്കും. ദീസ് 3 വെക്ടേഴ്സ് ഷുഡ് ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം ചിലപ്പോൾ എൻട്രൻസിന് ചോദിക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ വെക്ടേഴ്സ് എയും ബിയും കൊളീനിയർ ആണോ നോൺ കൊളീനിയർ ആണോ അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പം അതാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞ ഐഡിയ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് യൂണിറ്റ് വെക്ടറിനെ കൂടെ പരിചയപ്പെടാം. An institution for innovative teaching.
medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years, integral, Galaxy Building, Kattanam. 94475 94471 എന്താണ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ വെക്ടർ, പക്ഷേ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതുകൊണ്ടാണ് അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്, പക്ഷേ അതിന് ഒരു ഡയമെൻഷനോ യൂണിറ്റോ ഇല്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. അതിനൊരു ഡയമെൻഷൻ ഉണ്ടെന്നറിയാമല്ലോ, m ക്യാപിറ്റൽ റേസ് ടു -1 അല്ലേ? ഇത് രണ്ടും ഒരു യൂണിറ്റ് വെക്ടറിന് കാണത്തില്ല. വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ. ഫോഴ്സ്, വെലോസിറ്റി, എക്സലറേഷൻ, പല പല സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും കാണും. പക്ഷേ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ടൈപ്പ് ഒരു വെക്ടറാണ്. ആ വെക്ടറിൻ്റെ പ്രത്യേകത എന്തുകൊണ്ട് ഇത് വെക്ടറായി? വെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷൻ വേണം. അപ്പം യൂണിറ്റ് വെക്ടറിനെ സംബന്ധിച്ചോളം അതിന് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് ഉണ്ട്. കൂടാതെ ഡയറക്ഷൻ ഒരു പ്രത്യേക ഡയറക്ഷനും ഉണ്ട്. സോ യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ, ബട്ട് ഒൺലി തിങ് ഈസ് അതിനൊരു യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് വെലോസിറ്റി ഒരു യൂണിറ്റ് വെക്ടറായിട്ട് മാറത്തില്ല. അങ്ങനെയുള്ള മീനിങ്സ് അങ്ങനെയാണ്. അതാണ് എൻ്റെ ഫിസിക്കൽ മീനിങ്. കാര്യം വെലോസിറ്റി ഒരു യൂണിറ്റ് വെക്ടറായിട്ട് എന്തുകൊണ്ട് മാറുന്നില്ല? വെലോസിറ്റിക്ക് യൂണിറ്റും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് അതൊരിക്കലും ഒരു യൂണിറ്റ് വെക്ടറായിട്ട് മാറത്തില്ല. അപ്പോൾ അതൊരു വേറൊരു സംഭവമാണ്. ഇനി ശ്രദ്ധിക്കുക, അതാണ് യൂണിറ്റ് വെക്ടറിൻ്റെ ഐഡിയ. ഇനിയിപ്പം നമ്മൾ ഇതാണ് റെക്റ്റാങ്കിൾ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിലുള്ള ഒരു സിമ്പിൾ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. അതായത് എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് ഒരു വെക്ടർ. യൂണിറ്റ് വെക്ടറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും, ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പം എക്സ് ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് ഐ ക്യാപ്പ്. വൈ ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് ജെ ക്യാപ്പ്. ഇസഡ് ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് കെ ക്യാപ്പ്. ഓക്കെ, ഇനിയിപ്പം എന്തിനാണ് ഞാനത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ഞാൻ വേറൊരു വെക്ടർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ്, എ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 4 meter per second ഇൻ ദി പ്ലസ് എക്സ് ഡയറക്ഷൻ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 4 meter per second ഇൻ ദ പ്ലസ് എക്സ് ഡയറക്ഷൻ. അതായത് എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ ഒരു ബോഡി 4 meter per second ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ കേസിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ആണല്ലോ. അതെ, ഡയറക്ഷൻ എഴുതിയിട്ട് അതിൻ്റെ സ്പീഡ് എത്ര പറഞ്ഞ് 4 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ 4i എന്ന് എഴുതാൻ പറ്റും. ഉണ്ടോ? അപ്പോൾ ബോഡിയുടെ വെലോസിറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റും 4i. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി. കാര്യം എന്തുകൊണ്ടാണ് 4i എന്ന് എഴുതാൻ പറ്റുന്നത്? ഐ എന്ന് പറയുന്ന ഒരു വെക്ടറാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? യൂണിറ്റ് ആണ്. യൂണിറ്റിനെ നിങ്ങളൊരു സ്കെലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങളുടെ വെക്ടറിൻ്റെ ഇത് മാറത്തില്ല. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ വെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച വെക്ടർ തന്നെ ആയിരിക്കും. കാര്യം ഒരു ഇതിൻ്റെ 4 എന്ന് പറയുന്ന വാല്യൂവിനെ നിങ്ങൾ ജസ്റ്റ് സിംപിളി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട്. അപ്പം വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. യൂണിറ്റ് വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഉദ്ദേശിച്ച വെക്ടർ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ. കണ്ടോ? അപ്പോൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ വെലോസിറ്റി വെക്ടറിനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വെക്ടർ എ ക്യാപിറ്റൽ എ വരച്ചു അല്ലേ, കണ്ടല്ലോ. ആ ക്യാപിറ്റൽ എ ഞാനിവിടെ ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ശ്രദ്ധിച്ച് നോക്കാം, ക്യാപിറ്റൽ എ വെക്ടർ വരച്ചു. ആ വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് ഡോട്ട് വരയ്ക്കുമ്പോൾ എനിക്കിവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടും. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡോട്ട് പെർപ്പനിക്കുലർ താഴെ മുട്ടുമ്പോൾ അവിടെയുള്ള എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ. ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ. ഇപ്പോൾ വൈ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഈ ലെങ്ത് ആണ്.
എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്താണ്. എനിക്കതിനെ എ എക്സ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് എ എക്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. എ എക്സ് മാത്രം, ഇവിടെ ഐ ഇല്ല, ശ്രദ്ധിക്കണം, എ എക്സ് മാത്രം കോർഡിനേറ്റ് ആണ്. ഇനി ഇതെന്താണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് എ വൈ ഉണ്ടോ, എ വൈ എന്നുള്ള സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പൊസിഷൻ, ഇതിൻ്റെ ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ്, അതിനെയാണ് ഞാൻ എ വൈ എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ഈ ഒരു ലെങ്തിനെ, അതായത് ഈ ഒരു മാഗ്നിറ്റ്യൂഡിനെ ഞാൻ ആ ഡയറക്ഷനിലുള്ള വെക്ടറുമായിട്ട് ഒരു യൂണിറ്റ് വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഈ ഡയറക്ഷൻ, ഇപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, എക്സ് എസിൽ അതിൻ്റെ അവിടുത്തെ യൂണിറ്റ് വെക്ടർ ഏതാണ്? ഐ ക്യാപ്പ് കൊണ്ട് ഈ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? എനിക്കൊരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടറിനെ എനിക്ക് ഇതിൻ്റെ ഈ ചുമല കളർ കണ്ടോ, ചുമല വെക്ടർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തുകൂടെ? അതേപോലെ ഇവിടെ അതേപോലെ എനിക്ക് ചെയ്തുകൂടെ? എ വൈ ക്യാപ്പ് സ്മോൾ ജെ എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുക? നിങ്ങൾ നോക്കി, ഈ രണ്ട് വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ, അതായത് ഈ റെഡ് കളറിലുള്ള വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴല്ലേ എൻ്റെ ക്യാപിറ്റലിലേക്ക് കിട്ടേണ്ടത്. അതെ, നമ്മൾ പാരലലോഗ്രാം മെത്തേഡിൽ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ക്യാപിറ്റൽ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്ന് എഴുതിക്കൂടെ? പറ്റും അല്ലേ? കുറച്ചും ഞാൻ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ പറഞ്ഞ സമയത്ത് ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഒരു വെക്ടറിനെ എനിക്ക് ലാംഡ സ്മോൾ എ പ്ലസ് ബീറ്റ സ്മോൾ ബി എന്ന് എഴുതാമെന്നല്ലേ? ഇനി നോക്ക്, കമ്പയർ ചെയ്ത് നോക്ക്. ഇവിടുത്തെ സ്മോൾ ഐ ക്യാപ്പ് എന്ന് പറയുന്നതല്ലേ ഇവിടുത്തെ സ്മോൾ എ വെക്ടർ, സ്മോൾ ജെ ക്യാപ്പ് എന്ന് പറയുന്നതല്ലേ സ്മോൾ ബി വെക്ടർ, അതിന് കൂടെയുള്ള മാഗ്നിറ്റ്യൂഡ് എ എക്സ് എന്ന് പറയുന്നതല്ലേ ലാംഡ റിയൽ നമ്പർ, എ വൈ എന്ന് പറയുന്നത് ബീറ്റ. ഉണ്ടോ? അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഐഡിയ. ആക്ച്വലി നിങ്ങളൊരു വെക്ടറിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിരിക്കും അതിൻ്റെ കമ്പണൻസ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ സംഭവം തന്നെ കുറച്ചുകൂടെ വേറെ രീതി പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണ്, ഇനിയിപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന വേറൊരു ഇൻപുട്ട് തരുവാണ്. അതായത് തീറ്റ എന്ന് പറയുന്ന ഇൻപുട്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ദി വെക്റ്റർ എ ആൻഡ് ദി ഏത് കമ്പണൻ്റ് ആണ് ഞാൻ പറഞ്ഞത്? എക്സ് കമ്പണൻ്റ് അല്ലേ? എക്സ് കമ്പണൻറ്റും വെക്റ്റർ എയും തമ്മിലുള്ള ഒരു ആംഗിൾ തരുവാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടം മുതൽ ഇവിടം വരെയുള്ള എൻ്റെ വെക്റ്ററാണ് എക്സ് ഐ. അപ്പം ഇതും എനിക്ക് അറിയാം, എന്താണ്? എ വൈ ജെ അല്ലേ? ഇനി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അല്ല, ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എ ആണ്. നോക്ക്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ എക്സ് ബൈ എ അല്ലേ? എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, അതുകൊണ്ടാണ് എ എന്ന് മാത്രം എഴുതിയത്. ഓക്കെ, അപ്പോൾ എ എക്സ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? എ എക്സിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എക്സ് ഈസ് ഈക്വൽ ടു എന്ത്? ക്യാപിറ്റൽ എ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ ഈ ഇക്വേഷനിൽ നിന്ന്? ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നേ ഉള്ളൂ, സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു റിലേഷൻ എഴുതാൻ പറ്റും. എ വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്, ആ ഒരു കമ്പണൻ്റ് ആണ്, വൈ കമ്പണൻ്റ് ആണ്. അതിനെ നിങ്ങൾക്ക് എ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതല്ല, ഈ ലെങ്ത് തന്നെയല്ലേ ഇവിടുത്തെ കമ്പണൻറ്റിൻ്റെ സൈസും. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലേ? അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതേ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻസിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷനിലെത്താൻ പറ്റും. എ ഇസിക്കൽ ടു, അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾക്കൊരു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ നിങ്ങളുടെ രണ്ട് കമ്പണൻസിൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ് സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കുറച്ച് റിലേഷൻസ്. കുറച്ച് മുമ്പ് ഞാനിവിടെ
പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിരുന്ന റിലേഷനാണ് എന്താണ്, ക്യാപിറ്റൽ എ വെക്ടർ എന്ന് പറഞ്ഞാൽ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ ആണ്. അപ്പോൾ എ എക്സ് എന്ന് പറയുന്നത് ഞാനിവിടെ കണ്ടുപിടിച്ചു, എന്താണ് എ കോസ് തീറ്റയും എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എ സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ഈ മുകളിലത്തെ ഈ ഇക്വേഷനെ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ എനിക്ക് ഈ ഒരു പുതിയൊരു ഇക്വേഷനായിട്ട് മാറ്റി എഴുതിക്കൂടെ? ക്യാപിറ്റൽ എ ഇസിക്കൽ ടു എ കോസ് തീറ്റ ഐ പ്ലസ് എ സൈൻ തീറ്റ ജെ എന്ന് എഴുതിക്കൂടെ? പറ്റും അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ എക്സ് കമ്പണൻ്റ് ആണ്, ഇത് ഇതിൻ്റെ വൈ കമ്പണൻ്റ് ആണ്, ഏതിൻ്റെ ഈ ഒരു വെക്ടറിൻ്റെ. ഇനി അനലിറ്റിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇത്ര നേരം പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബേസ് എല്ലാം ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇത് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി രണ്ട് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. വേണ്ട നോക്ക്, വെക്ടർ എ തന്നു, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ അല്ലേ, അങ്ങനെ എഴുതാമല്ലോ. ഇപ്പോൾ വെക്ടർ ബി എ എനിക്കിങ്ങനെ എഴുതിക്കൂടെ, എ എക്സ് ഐ പ്ലസ് ബി വൈ ജെ എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ സപ്പോസ് എ പ്ലസ് ബി ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെക്ടറായിട്ട് എഴുതുന്നു, വെക്ടർ ആർ എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സിമ്പിളായിട്ട് ആ ഐ കമ്പണൻസ് തമ്മിൽ ആഡ് ചെയ്യുക, എ എക്സ് പ്ലസ് ബി വൈ, പിന്നെ ജെ കമ്പണൻസ് തമ്മിൽ ആഡ് ചെയ്യുക, എ വൈ പ്ലസ് ബി വൈ. അത്രയേ ഉള്ളൂ. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഇപ്പം ഇതാണ് ജസ്റ്റ് അനലിറ്റിക്കൽ മെത്തേഡ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ, ഈ ഇക്വേഷനാണ് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ എൻട്രൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിൽ നിന്ന് കുറേ തവണ ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടോപ്പിക്കിൻ്റെ വരുന്നത് റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അതായത് ഈ പറഞ്ഞേക്കുന്ന ആർ വെക്ടർ എങ്ങനെ ഒരു, സപ്പോസ് നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആകാം, 45 ഡിഗ്രി ആകാം, 30 ഡിഗ്രി ആകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ വെക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ, അതായത് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ആണ് ക്യാപിറ്റൽ ആർ വെക്ടർ. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. തന്നിരിക്കുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഈ ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി ഈ തീറ്റ എന്നുള്ളത് 90 ഡിഗ്രി ആയാൽ അതിന് ഫിസിക്കൽ മീനിങ് എന്താണ്? തന്നിരിക്കുന്ന വെക്ടറുകൾ തമ്മിൽ 90 ഡിഗ്രി അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ തീറ്റ എന്താവും? 0 ആയിട്ട് മാറും. ആ സമയത്ത് ഈ ടേം ഫുൾ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. അപ്പോൾ എന്താവും? ബേസിക്കലി ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് മാത്രമാവും അല്ലേ. ഇനിയിപ്പം നമുക്ക് ഒരു ഈ റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പം കുറച്ച് മേൽ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഒരു ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ വേണ്ടി എന്താണ്, നിങ്ങൾ മുകളിൽ നോർത്ത് വരച്ചു, സൗത്ത് വരച്ചു, കൂടാതെ ഇനി ഫിഗർ പറഞ്ഞേക്കുന്ന പോലെ എന്താണ് പറഞ്ഞേക്കുന്നത്? 25 km/h ഒരു ബോട്ട് പോവാണ്, ഒരു റിവർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആ വെക്ടർ വരച്ചു. അതേ സമയത്ത് ക്വസ്റ്റ്യൻ പറയാണ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്തിലേക്ക്. 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്, അതാണ് ഭയങ്കര രസമാണ്. അതായത് സൗത്തിൻ്റെ 60 ഡിഗ്രി ടുവേഡ്സ് ഈസ്റ്റ്, അതായത് ഇതാണ് സൗത്ത് എന്ന് നമുക്കറിയാം അല്ലേ, ഇതാണ് സൗത്ത് എന്നറിയാം. അതിൻ്റെ 60 ഡിഗ്രി ടുവേഡ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഡയറക്ഷൻ ഇതാണ് 60 ഡിഗ്രി. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഈ റിവർ ഒഴുകുന്ന ഡയറക്ഷൻ. അതായത് ബോട്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡയറക്ഷൻ. അപ്പം ഈ ഒരു ഡയറക്ഷൻ നമുക്കൊരു ബോട്ടിൻ്റെ റിവറിൻ്റെ വെലോസിറ്റി എഴുതാം. മനസ്സിലായോ? ശ്രദ്ധിച്ച് വെക്കുക. 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്, ഇതാണ് സൗത്ത്. സൗത്തിൻ്റെ 60 ഡിഗ്രി ഈസ്റ്റ്, ഇതാണ് 60 ഡിഗ്രി ടുവേഡ്സ് ഈസ്റ്റ്, ഇതാണ് ഈസ്റ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ 60 ഡിഗ്രി വരച്ചത്. അപ്പോൾ ആ ഡയറക്ഷനിലാണ് നമ്മുടെ റിവറിൻ്റെ വെലോസിറ്റിയുടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്, അതേ ഡയറക്ഷൻ തന്നെ വരച്ചേക്കുന്നത്. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനൊരു
ഒരു ഇത് വരയ്ക്കുകയാണ്, ഒരു എന്താ പറയുക, ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുള്ള കൺസെപ്റ്റ് വരയ്ക്കുകയാണ്. ഇത് എക്സ് ആണെന്ന് അറിയാമല്ലോ, ഇത് വൈ, ആ രീതി വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്ക്, ഇതായിരുന്നു എന്ത്, റിവറിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. 25 km/h. റിവറിൻ്റെ സ്പീഡ് എത്രയാണ്? 10 km/h ആണ്. ഇതെന്ന് പറയുന്നത് 10 km/h ആണ്. ഇനിയിപ്പം നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് വെലോസിറ്റി ഓഫ് ദ ബോട്ട്. അതായത് നിങ്ങൾക്കറിയാം, അതായത് ഇപ്പം എന്താ, ഒരു ബോട്ട് ഇങ്ങനെ ഒരു പുഴ കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പുഴയും കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബോട്ട് തുടങ്ങിയെടുത്തുനിന്ന് നേരെ അതിന് ഓപ്പോസിറ്റുള്ള ബാങ്കിൽ എത്തത്തില്ല, നേരെ നോക്കുന്നില്ല, അതെപ്പോഴും ചരിഞ്ഞു പോകും, കാര്യം പുഴയും കൂടെ ഒഴുകുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആലോചിച്ച് നോക്ക്, ബോട്ട് ഇങ്ങനെ പോകാൻ നോക്കുന്നു, പുഴയുടെ വെലോസിറ്റി ഇങ്ങനെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബോട്ട് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു എന്താ, ഇവിടെ എന്ത് കൺസെപ്റ്റാണ്, ഇവിടെ നിങ്ങൾ റിസൾട്ടൻ്റ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ടൻ്റ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ കുറച്ചും പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? R=√, ഇവിടെ ചെയ്യേണ്ടത് BB² പ്ലസ് BC². ഇവിടെ BBയും BC എന്നൊക്കെ എന്താണ്? ഇത് ബോട്ടിൻ്റെ വെലോസിറ്റിയാണ് BB². BC² എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് വെള്ളം ഒഴുകുന്നതിനെ വാട്ടർ കറണ്ട് എന്നാണ് BC എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്ലസ് എന്താണ് പിന്നെ 2VB/BC cos θ. ഈ തീറ്റ എന്താണെന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ആംഗിൾ, റൈറ്റ്. ഇത്രയുമാണ് ആംഗിൾ. ഇവിടെ നിന്ന് ഇവിടെ തുടങ്ങി, അതായത് ഇതാണ് നമ്മുടെ വെക്ടർ, ഇതാണ് രണ്ടാമത്തെ വെക്ടർ. ഈ വെക്ടർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ വരണം അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. പിന്നെ ബാക്കി ഈ ഒരു ആംഗിൾ എത്ര ബാക്കി വരും? ഇത് 60 നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് ബാക്കി എത്ര ആയിരിക്കും? ഇത് 90, ഇത് ഇത്രയും 90 ആണ് ഈ ഒരു പെർപെൻഡിക്കുലർ, അതിൻ്റെ ബാക്കി ഇത് 30 ആയിരിക്കും. അപ്പോൾ ഈ 30 വരും, ഈ ഒരു 90 വരും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 120 വരും. 120 വന്ന് മനസ്സിലായോ? ഓക്കെ, ഇവിടെ 120 വരും നമുക്ക് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ടൻ്റ് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ആ റിസൾട്ടൻ്റ് വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി = 22 km/h എന്ന വെലോസിറ്റി. അതായത് റിസൾട്ടൻ്റ് വെലോസിറ്റി ഏകദേശം ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. അതായത് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ബോട്ട് റിവർ ഇങ്ങോട്ട്, അതിൻ്റെ റിവറിൻ്റെ സ്പീഡ് ഇങ്ങോട്ടായതുകൊണ്ട് ബോട്ട് ചരിഞ്ഞു പോകും. ഇത്ര സംഭവിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ചോദ്യം ചോദിക്കാം എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കേസിൽ നമുക്ക് ഈ ഒരു ആംഗിളൊക്കെ ചോദിക്കാം. ചില കേസിൽ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പിന്നീട് ചെയ്യാം. അതൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ.